ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. മക്കളെ, നമുക്ക് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരുന്ന ഒരു പാഠഭാഗമാണ് ഇന്ന് മിസ് ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ പ്രധാനപ്പെട്ട സെക്ഷൻസ് ആണ് നമുക്കിത് നോക്കേണ്ടത്. ജനാധിപത്യവും അവകാശങ്ങളും, ഡെമോക്രസി ആൻഡ് റൈറ്റിൽ നമുക്ക് സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഏതൊക്കെയാണ് നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? റെഡിയല്ലേ? ഒന്നാമത്, ജനാധിപത്യേതര ഗവൺമെന്റും ജനാധിപത്യ ഗവൺമെന്റും ചോദിക്കും. ജനാധിപത്യേതര ഗവൺമെന്റ് അഥവാ നോൺ ഡെമോക്രാറ്റിക് ഗവൺമെന്റ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് നോക്കാം. ഒരു വ്യക്തിയോ ഒന്നിലധികം വ്യക്തികളോ സ്വന്തം ഇഷ്ടാനുസരണം നടത്തുന്ന ഭരണക്രമത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ജനാധിപത്യേതര ഭരണവ്യവസ്ഥ എന്ന് പറയുന്നത്, അല്ലേ? അവിടെ എന്തായിരിക്കും? ഒരു ഇൻഡിവിജ്വൽ പേഴ്സണോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസോ ആയിരിക്കും അവിടെ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇതിനെ നമ്മൾ ജനാധിപത്യേതര ഭരണവ്യവസ്ഥ അഥവാ നോൺ ഡെമോക്രാറ്റിക് സിസ്റ്റം എന്ന് വിളിക്കുന്നു. ഇനി നമുക്ക് ജനാധിപത്യ ഗവൺമെന്റ് അഥവാ ഡെമോക്രാറ്റിക് ഗവൺമെന്റിലേക്ക് വരുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പറയേണ്ടത്? ഇവിടെ ജനപ്രതിനിധികൾ നടത്തുന്ന ഭരണക്രമത്തെയാണ് നമ്മൾ ജനാധിപത്യ ഗവൺമെന്റ് എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയിൽ എന്താണ്? ജനാധിപത്യ ഗവൺമെന്റ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമ്മൾ തിരഞ്ഞെടുത്ത വ്യക്തികൾ തന്നെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഭരിക്കുന്നത്, അല്ലേ? അപ്പൊ ജനാധിപത്യ ഗവൺമെന്റും ജനാധിപത്യേതര ഗവൺമെന്റും സ്ഥിരമായിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് വരുന്ന കുറച്ച് ഭാഗങ്ങളാണ്. അപ്പൊ അത് നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചല്ലോ. അപ്പൊ അടുത്തയിലേക്ക് നമുക്ക് പോകാം. മക്കളെ, എന്തൊക്കെയാണ് ഈ ഒരു ജനാധിപത്യ ഗവൺമെന്റ് മേന്മകൾ? നമ്മൾ ഇന്ത്യക്കാര് ജനാധിപത്യ ഗവൺമെന്റ് ഉൾപ്പെടുന്ന ആളുകളാണെന്നുള്ളത് ക്ലിയർ ആയല്ലോ. അപ്പൊ എന്തൊക്കെ മേന്മകളാണ് ആസ് എ ഡെമോക്രാറ്റിക് കൺട്രി എന്ന നിലയ്ക്ക് ഇന്ത്യക്ക് ലഭിക്കുന്നത് എന്ന് നമുക്ക് നോക്കല്ലേ. ഒന്നാമത്, ജനാഭിലാഷം മാനിക്കുന്നുണ്ട്, അല്ലേ? റെസ്പെക്ട് ദ ഒപ്പീനിയൻ ഓഫ് പീപ്പിൾ. എല്ലാ വ്യക്തികളുടെയും അഭിലാഷം മാനിക്കുന്നു. രണ്ടാമത്തേതോ, വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നു. പ്രൊട്ടക്ട് ദ ഫ്രീഡം ഓഫ് ഇൻഡിവിജ്വൽ. എല്ലാ വ്യക്തിയുടെയും ഫ്രീഡം എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊട്ടക്ട് ചെയ്യുന്നു. മൂന്നാമതോ, റൂളേഴ്സ് ആസ് വെൽ ആസ് ദ പീപ്പിൾ ആർ സബ്ജക്ട് ടു ദ സെയിം ലോ. ഭരണാധികാരികളും ജനങ്ങളും ഒരേ നിയമത്തിന് വിധേയരാണ്. അതായത് ഭരണാധികാരികൾ കുറ്റം ചെയ്താലും ജനങ്ങൾ കുറ്റം ചെയ്താലും രണ്ടു കൂട്ടർക്കും ലഭിക്കുന്ന ശിക്ഷ ഒന്നു തന്നെയാണ്. അടുത്തതോ മക്കളെ, റൂളേഴ്സ് ആർ ഇൻഡപ്റ്റഡ് ടു ദ പീപ്പിൾ. ഭരണാധികാരികൾ എന്ത് ചെയ്യണം? ജനങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. ഇതൊക്കെയാണ് നമ്മുടെ ജനാധിപത്യത്തിന്റെ മേന്മകൾ അഥവാ ഡെമോക്രാറ്റിക് ഗവൺമെന്റിന്റെ മേന്മകൾ എന്ന് പറയുന്നത്. അപ്പൊ അത് സെറ്റായില്ലേ? അപ്പൊ ഇനി നമുക്ക് അടുത്തത് നോക്കിയാലോ. നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥിരമായിട്ട് നമുക്ക് ചോദിക്കുന്ന ഒരു സെക്ഷനാണ് മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചിട്ട്. എന്തൊക്കെയാണ് മക്കളെ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകൾ എന്ന് പറയുന്നത്? മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികളിൽ ഇവരെന്തു ചെയ്യും? കൃത്യമായിട്ട് അന്വേഷണം നടത്തും. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ നേരിട്ടിട്ടെങ്കിൽ അതിനെക്കുറിച്ച് ഇവർ പഠിച്ചിട്ട് റിപ്പോർട്ട് സമർപ്പിക്കും. അടുത്തത്, ഇവര് ജയിലുകൾ സന്ദർശിക്കും. ജയിലിലുള്ളവര് കുറ്റം ചെയ്തവരാണെങ്കിലും അവരെന്താ? മനുഷ്യരാണ്. ആസ് എ ഹ്യൂമൻ ബീയിങ് എന്നുള്ള നിലക്ക് നമുക്ക് ചില അവകാശങ്ങളുണ്ട്. അപ്പൊ ഇവർ കൃത്യമായിട്ട് ജയിൽ സന്ദർശിക്കുകയും അവിടെയുള്ള ആളുകളൊക്കെ നല്ല പ്രോപ്പർ ആയിട്ടുള്ള അവർക്ക് ജീവിക്കാൻ പറ്റുന്ന രീതിയിലാണോ ഉള്ളത്, എന്തെങ്കിലും ക്രൂരതകൾ അവർ ഫേസ് ചെയ്യുന്നുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ അവർ അന്വേഷിക്കും. അതേപോലെ തന്നെ മനുഷ്യാവകാശ സംരക്ഷണത്തിന് ഫലപ്രദമായുള്ള നിർദ്ദേശങ്ങൾ നൽകും. ഏതൊക്കെ രീതിയിൽ നമുക്ക് മനുഷ്യാവകാശം സംരക്ഷിക്കാം എന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങൾ ഇവർ അഡ്വൈസും കാര്യങ്ങളൊക്കെ നൽകും. നാലാമതോ, മനുഷ്യാവകാശ രംഗത്ത് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളെ ഇവരെന്ത് ചെയ്യും? പരിപോഷിക്കും. അപ്പം വോളണ്ടറി ഓർഗനൈസേഷനൊക്കെ ഇവരെന്ത് ചെയ്യും? സപ്പോർട്ട് ചെയ്യും. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? എൻക്വയർ അബൌട്ട് കംപ്ലൈൻസ് റിലേറ്റഡ് ടു ദ വയലേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. സെക്കൻഡ് വൺ, visit jail to study life situation of the inmates and make recommendations. ഇവർക്ക് റെക്കമെൻഡേഷൻസ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. നിയമങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അഡ്വൈസ് ചെയ്യാൻ വേണ്ടി മാത്രമേ ഇവർക്ക് പറ്റുള്ളൂ. അത് ഇംപ്ലിമെന്റ് ചെയ്തും നടപ്പാക്കുന്നതൊക്കെ മറ്റുള്ള വ്യക്തികളായിരിക്കും. അടുത്തതോ, ഗിവ് നെസസറി ഇൻസ്ട്രക്ഷൻസ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്. ആൻഡ് ദ ഫൈനൽ വൺ, പ്രൊമോട്ട് വോളണ്ടറി ഓർഗനൈസേഷൻ ദാറ്റ് വർക്ക് ഫോർ ഹ്യൂമൻ റൈറ്റ്സിന് വേണ്ടിയുള്ള വോളണ്ടറി ഓർഗനൈസേഷനൊക്കെ ഇവരെന്ത് ചെയ്യും? പ്രൊമോട്ട് ചെയ്യും. ഇതൊക്കെ നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അഥവാ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷന്റെ ഫങ്ഷൻസ് ആണ്. സോ ഇതൊക്കെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ വരുന്നതാണ്. അപ്പോൾ അത് അടിപൊളിയായിട്ട് പഠിച്ചു പോവുക. പരീക്ഷ സെറ്റായിട്ട് എഴുതാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെക്ഷൻ മിസ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം അടിപൊളിയായിട്ട് എക്സാമും കാര്യങ്ങൾ എഴുതാം. എൻ്റെ എല്ലാ കുഞ്ഞുമക്കൾക്കും ഓൾ ദി ബെസ്റ്റ്. സോ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു സെക്ഷനായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സോ ദാറ്റ്സ് ലവ് ഇറ്റ്സ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് us dears.